شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان شهر التوبة والغفران مرحبا بك رمضان رمضان. الحمد لله نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن نبينا وسيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وسلم على سيدنا محمد وعلى آله وصحابه الكرام فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما صدق الله العلي العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم ليتخذ أحدكم قلبا شاكرا ولسانا ذاكرا وزوجة مؤمنة صالحة تعينه على آخرته أو كما قال سيدنا وحبيبنا رسول الله صلى الله عليه وسلم. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ ഓരോ ദിനരാത്രവും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും പോരായ്മകളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധമായ റമദാനിന്റെ 7ാമത്തെ ദിവസമാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. ഇന്നത്തെ റമദാൻ വെളിച്ചം ഈ വിശുദ്ധമായ പവിത്രമായ 7ാമത്തെ ദിവസത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സംതൃപ്തമായ ഭാര്യ എന്നുള്ള വലിയൊരു വിഷയത്തിന്റെ ഒരു അല്പഭാഗം മാത്രമാണ്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ, കുടുംബജീവിതത്തിന്റെ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത്. ഇണകൾ എന്നാണ് വിശുദ്ധ ഇസ്ലാം ദമ്പതിമാരെ പരിചയപ്പെടുത്തിയത്. നിക്കാഹ് എന്ന ബലിഷ്ഠമായ ഉടമ്പടിയിലൂടെ പരസ്പരം പുരുഷനും സ്ത്രീക്കും തന്റെ ജീവിതത്തിന്റെ ഇണകളായി മാറുന്നവരെയാണ് സ്വാഭാവികമായും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് എന്ന് അഭിസംബോധന ചെയ്യപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഭരിക്കേണ്ടവരല്ല, അല്ലെങ്കിൽ കീഴ്പ്പെടുത്തേണ്ടവരല്ല ഭാര്യ എന്നും, ഭരണം നടത്തേണ്ടവനല്ല ഭർത്താവ് എന്നും ഒരു കൃത്യമായ കാഴ്ചപ്പാട് വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. പരസ്പരം സാഹോദര്യത്തിലും സന്തോഷത്തിലും സ്നേഹത്തിലും ഒരുമയിലും തന്റെ ജീവിതത്തിന്റെ, കുടുംബജീവിതത്തിന്റെ പെരുമ പ്രകടിപ്പിക്കേണ്ടവരാണ് ദമ്പതികൾ ഓരോരുത്തരും.
അതിന് ഭർത്താവിന് കുറെ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഭാര്യയോട് കാണിക്കേണ്ട പ്രവർത്തിക്കേണ്ട കടമകളും അതുപോലെ ഭാര്യയ്ക്കും ഭർത്താവിനോട് കുറെ ബാധ്യതകളും ഒക്കെ തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പരസ്പരം രണ്ടുപേരുടെയും സ്നേഹമാണ് ദാമ്പത്യ ജീവിതത്തിന്റെ പരിപൂർണമായ സന്തോഷം, സമാധാനം. അല്ലാഹു സന്തോഷമുള്ള ദാമ്പത്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിശ്വാസിയായ ഒരു മനുഷ്യനോട് നൽകപ്പെട്ട കടമകളിൽ ബലിഷ്ഠമായ കടമകളുമാണ് ദാമ്പത്യ ബന്ധത്തിലൂടെ വിശുദ്ധ ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളത്. ആദരവായ നബിയുനാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് ഇടപെടേണ്ട രീതികളും ജീവിതക്രമങ്ങളും ഭാര്യയ്ക്ക് ഭർത്താവിന് പരിപൂർണമായി തൃപ്തിയാകുന്ന അവസ്ഥയും അതുപോലെ ഭർത്താവിന് ഭാര്യയെയും ഭാര്യയ്ക്ക് ഭർത്താവിനെയും തൃപ്തിയാകുന്ന അവസ്ഥ ഉണ്ടാകണം. അത് വാക്കുകളിലും പ്രവർത്തനങ്ങളിലും എല്ലാം പരസ്പരം പൊരുത്തത്തോടുകൂടി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും സന്തോഷകരമായി തീരുന്നത്. സംതൃപ്തമായ ഒരു ഭാര്യ എങ്ങനെയായി തീരാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ക്രമപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നത്? വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരു ഭർത്താവിനെ സന്തോഷിപ്പിക്കുക, ഭർത്താവിന് പൊരുത്തക്കേടുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ഒരു ഭാര്യ വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് തമാശ രൂപയാണെങ്കിലും കാര്യഗൗരവത്തോടു കൂടിയാണെങ്കിലും ഒക്കെ എന്തായാലും ശരി തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒരു സന്ദർഭത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നു. വിശുദ്ധമായ ഹദീസുകൾ നമ്മോട് പഠിപ്പിക്കുന്നു, ഫലമ്മാ നളർതു ഇലൈഹി, ഞാൻ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയിലേക്ക് നോക്കിയപ്പോൾ നബി തങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയുടെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മുഖം വിവർണമായിരിക്കുന്നു, വിഷണ്ണമായിരിക്കുന്നുണ്ട്. എന്തോ മുഖത്തിൽ എന്തോ പ്രയാസം തളം കെട്ടി നിൽക്കുന്നത് പോലെ ഫാത്തിമയുടെ മുഖത്തിൽ എനിക്ക് പ്രകടമായി. നോക്കുമ്പോ കണ്ണുനീര് മുഖത്തിലൂടെ ഒഴുകി വരുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട മകളോട് ചോദിച്ചു, മാലകിയാ ബിന്ദി, പൊന്നുമോളെ നിനക്ക് എന്ത് പറ്റി, നീ കരയുന്നല്ലോ, നിനക്ക് എന്ത് പ്രയാസമാണുള്ളത്, നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് നബി തങ്ങൾ ഫാത്തിമയോട് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, കാന ബൈനി വബൈന അലീമൽ ബാരിഹത മിസാഹ്, എന്റെയും എന്റെ പ്രിയതമനായ അലിയാർ തങ്ങളുടെയും ഇടയിൽ ഒരു തമാശയുണ്ടായി. ഞങ്ങൾ രണ്ടുപേരും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഒരു സന്ദർഭത്തിൽ ആ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ, എന്റെ വാക്കുകൾ അനിഷ്ടകരമായി അലിയാർ തങ്ങൾക്ക് തോന്നി, എന്നോട് വെറുപ്പ് തോന്നി. നമ്മുടെ സംസാരത്തിനിടയിൽ തമാശകൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് എന്റെ സംസാരം ഓവറായി പോയിട്ട് അലിയാർ തങ്ങളെ വിഷമിപ്പിച്ചു. അലിയാർ തങ്ങളുടെ മുഖത്ത് കോപഭാവം ഉണ്ടായി, എന്നോട് വിദ്വേഷം പ്രകടിപ്പിച്ചു. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അത് കാരണമായിട്ട് എനിക്ക് വിഷമമുണ്ടായി, പ്രയാസമുണ്ടായി. അലിയാർ തങ്ങൾക്ക് കോപമായത് കണ്ട് എനിക്ക് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് പ്രിയപ്പെട്ട മകൾ പറഞ്ഞു കൊടുക്കുന്നു, യാ ഹബീബി, ഫാത്തിമ റളിയല്ലാഹു
തആല അൻഹ അലിയാർ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് പറയുന്നു, എന്റെ പ്രിയപ്പെട്ട പുതുമാരാ, ഇർളി അന്നീ, എന്നെ ഒന്ന് തൃപ്തിപ്പെടുമോ, എന്നെ ഒന്ന് തൃപ്തിപ്പെടുമോ, എനിക്ക് പൊരുത്തം തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്റെ അലിയാര് തങ്ങളുടെ പൊരുത്തം വാങ്ങാൻ വേണ്ടി ഞാൻ അലിയാര് തങ്ങളുടെ മുന്നിൽ ഞാൻ 72 പ്രാവശ്യം ചുറ്റിക്കറങ്ങി. യാ റസൂലല്ലാഹ്, 72 പ്രാവശ്യം അലിയാര് തങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൊച്ചു കുട്ടിയെ പോലെ എനിക്കൊന്ന് പൊരുത്തം തരുമോ, എന്റെ അലിയാര് തങ്ങളെ എനിക്കൊന്ന് പൊരുത്തം തരുമോ, പൊരുത്തം തരുമോ എന്ന് പൊരുത്തം വാങ്ങാൻ വേണ്ടി എന്റെ സംസാരം ഒരു തമാശ അതിര് കടന്നു പോയപ്പോ അതിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവന് കോപമുണ്ടാവുകയും ദേശഭാവം മുഖത്തിലൂടെ പ്രകടമാകുകയും ചെയ്തപ്പോ എനിക്ക് വല്ലാതെ സഹിക്കാൻ കഴിഞ്ഞില്ല. അലിയാര് തങ്ങളുടെ മുന്നിൽ 72 പ്രാവശ്യം ഞാൻ പൊരുത്തം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ചുറ്റി കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ചുറ്റി കറങ്ങി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ 72 പ്രാവശ്യം ഞാൻ ചുറ്റി സഞ്ചരിച്ചപ്പോഴോ അലിയാര് തങ്ങളുടെ മുഖം പ്രസന്നമായി, അലിയാര് തങ്ങൾ ചിരിക്കാൻ തുടങ്ങി. സംതൃപ്തമായ രീതിയിൽ എന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരി തൂകി അലിയാര് തങ്ങള്. അതിനു മുമ്പ് വരെ ഞാൻ എന്റെ റബ്ബ് എനിക്ക് എന്നോട് കോപിക്കുമോ എന്ന റബ്ബിന്റെ ശിക്ഷയെ ഞാൻ ഭയന്നു പോയിരുന്നു. അവസാനം അലിയാര് തങ്ങളെ പുഞ്ചിരിച്ചു, എന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരി തൂകി പൊരുത്തപ്പെട്ട് എനിക്ക് പൊരുത്തപ്പെട്ട് തന്നു. യാ നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബി, എനിക്ക് എന്റെ അലിയാര് തങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപാടെ പ്രിയപ്പെട്ട മകളോട് പറഞ്ഞു കൊടുക്കുന്നു, ഫാത്തിമ, യാ ബിന്ദി വല്ലദീ ബഅസനി ബിൽ ഹഖ് നബിയ്യാ, എന്റെ ജീവിതം ആരുടെ കയ്യിലാണോ എന്നെ പ്രവാചകനായി നിയോഗിച്ചത്, അല്ലാഹ് പ്രവാചകനായി നിയോഗിച്ച റബ്ബിനെ തന്നെയാണ് സത്യമെന്ന് സത്യം ചെയ്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട മകളോട് പറയുന്നു, ഫാത്തിമ, നീ മരണപ്പെട്ടു പോയ ഇതേ അവസ്ഥയിൽ അലിയാര് തങ്ങളുടെ തൃപ്തി കരസ്ഥമാക്കാതെ ആ പരസ്പരം ദേശത്തിലും വിദേശത്തിലും കഴിഞ്ഞുകൂടിയിട്ടങ്ങാനും നീ മരിച്ചു പോയിരുന്നു എങ്കിൽ തന്റെ പ്രിയപ്പെട്ട മകളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഫാത്തിമ, ല മുസല്ലി അലൈകി, നീ മരിച്ച അതേ അവസ്ഥയിൽ നീ പൊരുത്തം വാങ്ങാതെ അലിയാര് തങ്ങളുടെ പൊരുത്തം വാങ്ങാതെ നീ മരിച്ചു പോയിരുന്നു എങ്കിൽ നിന്റെ മേൽ ഞാൻ മയ്യത്ത് പോലും നമസ്കരിക്കുമായിരുന്നില്ല ഫാത്തിമ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടോ വീണ്ടും പറഞ്ഞു, പൊന്നുമോളെ ഫാത്തിമ, അന്നരില സൗജി ഹുവ റിലല്ലാഹ്, ഭർത്താവിന്റെ തൃപ്തി എന്ന് പറയുന്നത് അത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്. അതുപോലെ ഭർത്താവിന്റെ കോപം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ കോപമാണ്. ഭർത്താവിന്റെ കോപമുണ്ടായാൽ അല്ലാഹുവിന്റെ കോപമുണ്ടാകും ഫാത്തിമ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ഉപദേശിക്കുന്നു. എന്നിട്ട് വീണ്ടും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നു, ഫാത്തിമ, മറിയം റളിയല്ലാഹു തആല അൻഹ ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന വനിത, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വനിതയായിരുന്ന മറിയം റളിയല്ലാഹു തആല അൻഹ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് സമാനമായ സൽക്കർമ്മം നീ ചെയ്താലും നീ ചെയ്തിട്ടും നീ ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ പൊരുത്തമില്ലാതെയാണ് നീ ജീവിച്ചിരിക്കുന്നതെങ്കിൽ, നന്മകൾ ചെയ്യുന്നതെങ്കിൽ ലാ യഖ്ബലുല്ലാഹു തആല മിൻഹാ, നീ ചെയ്ത മറിയം റളിയല്ലാഹു തആല അൻഹയെ പോലെ നീ ചെയ്ത ആ സൽക്കർമ്മം അതിന്റെ ഒന്നുപോലും അല്ലാഹു തആല ഫാത്തിമ നിന്റെ ഒരു സൽക്കർമ്മം പോലും അല്ലാഹു സ്വീകരിക്കില്ല. കാരണം എന്തെന്നറിയോ, നിന്റെ ഭർത്താവിന്റെ കോപത്തിലും ഭർത്താവിന്റെ പൊരുത്തക്കേടിലും നീ ജീവിച്ചിട്ട് നീ എത്ര നമസ്കരിച്ചാലും നോമ്പനുഷ്ഠിച്ചാലും നിന്റെ റബ്ബിന് വേണ്ടി നീ പരിപൂർണമായ ഇബാദത്തിൽ നീ സമയം ചെലവഴിച്ചാലും ഫാത്തിമ അല്ലാഹു തആല നിന്റെ ഒരു സൽക്കർമ്മവും സ്വീകരിക്കില്ല എന്ന് പ്രിയപ്പെട്ട മകളോട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രത്യേകമായി എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ ശ്രദ്ധിക്കുക. ഭർത്താവിന്റെ പൊരുത്തക്കേട് സമ്പാദിക്കാതെ പരിപൂർണമായി അവരെ തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള ജീവിതമായിരിക്കണം നമുക്ക് വേണ്ടത്. ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള ദീനിയായ ശറഇന്റെ വിധികൾ പാലിച്ച് കൃത്യമായി ഭർത്താവിനെ
ഭർത്താവിനെ വഴിപ്പെടാനുള്ള മനസ്സ് നമുക്കുണ്ടായിത്തീരണം. ഭർത്താവിന്റെ മുന്നിൽ നാക്ക് നീട്ടുന്നവളാകാതെ, ഭർത്താവിന്റെ മുന്നിൽ വഴക്കടിക്കുന്നവരാകാതെ, ഭർത്താവ് ഒന്ന് പറയുമ്പോൾ തിരിച്ച് രണ്ട് പറയുന്നവരാകാതെ, പരിപൂർണമായി ക്ഷമ അവലംബിച്ചുകൊണ്ട് ഒരു നല്ല തൃപ്തിയായ അള്ളാഹുവിന്റെ തൃപ്തിയായ ഒരു ഭാര്യയായി മാറാൻ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഉമ്മമാർക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ നാം ചെയ്യുന്ന നമസ്കാരങ്ങൾ സ്വീകരിക്കല്ല എന്ന് നാം പഠിക്കുക. അതുപോലെ ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ ചെയ്യപ്പെടുന്ന ഒരു സൽക്കർമ്മവും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നാം മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ഭർത്താവിന്റെ തൃപ്തിയിലൂടെ ജീവിച്ചു മരിക്കാൻ എല്ലാവർക്കും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റമദാൻ വെളിച്ചം ഇവിടെ അവസാനിപ്പിക്കുന്നു. അതിനു മുന്നേ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആയും കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും വാഹനം കയറുന്നവരാണ്, വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. ആ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വാഹനത്തിൽ കയറാൻ വേണ്ടി നാം ഉദ്ദേശിക്കുന്ന സമയം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച ഒരു ആയത്തുണ്ട്, വിശുദ്ധമായ ഹദീസ് പഠിപ്പിച്ച ഒരു ദുആ ഉണ്ട്. അതെല്ലാവരും പറഞ്ഞു വാഹനത്തിൽ കയറാൻ വേണ്ടി ശ്രമിക്കുക. എന്താ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ദുആ, പ്രത്യേകമായി ദുആ അത് നാം പഠിക്കണം, നമ്മുടെ മക്കൾ പഠിക്കണം, നമ്മുടെ കുടുംബങ്ങൾ മുഴുവനും പഠിക്കണം. നമ്മുടെ വാഹനങ്ങളിൽ കയറുമ്പോൾ നാം ഓരോരുത്തരും ഏത് വാഹനത്തിൽ കയറിയാലും, സൈക്കിൾ ഉൾപ്പെടെ ഏതായാലും വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ഏറ്റവും പരിശുദ്ധമായ ഒരു ദുആ എല്ലാവരും അത് പറയാൻ വേണ്ടി ശ്രമിക്കുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ വിശുദ്ധമായ ഒരു സുന്നത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ഈ ക്ലാസുകൾ കേൾക്കുകയും അതുപോലെ പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.